ഇന്ന് പറയുന്നത് ഞാൻ അനുവദിക്കാത്ത
Hello, good evening. ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവരും സെമിനാർ പ്രസന്റ് ചെയ്തതല്ലേ? ചെയ്യാത്ത ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ടി പി ദേവപ്രയാഗ് ആൻഡ് ഷഹന പ്രസന്റ് ചെയ്തായിരുന്നോ? ഓക്കെ. അപ്പോൾ ടി പി ദേവപ്രയാഗ് ഇന്ന് പ്രസന്റ് ചെയ്യുക. ഇപ്പോഴല്ല, ഞാൻ പറയുന്ന സമയത്ത് പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആയിരുന്നു പഠിച്ചത്. എന്താണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്? പറഞ്ഞേ, എന്താണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്? ഹലോ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ തരട്ടെ, തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കുക. മൾട്ടി ലെവൽ അല്ല, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കുക. ഓക്കെ. അതായത് രണ്ട് ക്ലാസ്സസ് കാണണം. ആ രണ്ട് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. സെക്കൻഡ് ക്ലാസ്സിൽ അതേ നമ്പറിന്റെ തന്നെ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ആ നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് നിങ്ങൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്ത് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഞാൻ പറയുന്ന ആള് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തോളൂ.
ഓക്കെ ആണോ? എവിടം വരെ ചെയ്തു പറയാവോ? എവിടം വരെ ചെയ്തു? ഷഹന എവിടം വരെ ചെയ്തു? കംപ്ലീറ്റ് ആയില്ല, ചെയ്യുന്നേ ഉള്ളൂ. ടൈം നമ്പറിന്റെ ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെസ്യൂം ചെയ്യുക. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കി ചെയ്താൽ മതി. ഓക്കെ. നെറ്റ് ഒന്ന് ബ്ലോക്ക് ആയി പോയി, അതായത് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് ഒരു ടാസ്ക് തന്നിട്ട് ഞാൻ അതൊന്നും കൂടി കണക്ട് ചെയ്തതാണ്. നിങ്ങളത് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് പോളിമോർഫിസത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. പോളിമോർഫിസം എന്ന് പറയുന്നത് നമ്മുടെ പൈത്തന്റെ ഹുക്സ് കോൺസെപ്റ്റിലെ നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇവിടുത്തെ കേസിൽ എന്താണ്, ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് പോളിമോർഫിസം ചെയ്യുന്നത്, അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിൽ തന്നെയുണ്ട് പോളി, അതായത് രണ്ട്, ഒന്നിലധികം സ്റ്റേറ്റിൽ ഫോം ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഒരു ഫംഗ്ഷന്റെ കേസിലാണെങ്കിൽ സെയിം ഫംഗ്ഷൻ തന്നെ ഡിഫറെന്റ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നു. ഒരു ഓപ്പറേറ്ററിന്റെ കേസിലാണെങ്കിൽ ഒരു ഓപ്പറേറ്റർ തന്നെ ഡിഫറെന്റ് പ്ലാറ്റ്ഫോമിൽ ഡിഫറെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള കേസിനാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ. മെയിൻലി നമുക്ക് 2 ടൈപ്പ് ഓഫ് പോളിമോർഫിസം ആണ് പഠിക്കാനുള്ളത്: ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആൻഡ് ഫംഗ്ഷൻ ഓവർലോഡിംഗ്. ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ തന്നെ മൾട്ടിപ്പിൾ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യും. ഇപ്പൊ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുമ്പോൾ സെയിം ഫംഗ്ഷൻ തന്നെ ഡിഫറെന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ. ഡിഫറെന്റ് ഒബ്ജക്റ്റ് ആയിരിക്കാം, ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കാം, പക്ഷെ ഫംഗ്ഷൻ സെയിം ആണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിംഗ്. അപ്പൊ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് ചെയ്ത് നോക്കാം. അതിനു മുന്നേ നിങ്ങളൊരു ഫംഗ്ഷൻ പറഞ്ഞേ. നമുക്ക് മൾട്ടിപ്പിൾ കേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷന്റെ പേര് പറഞ്ഞേ. നമുക്ക് ഏതൊരു കേസിലും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഫംഗ്ഷന്റെ പേര് പറയൂ. ആരെങ്കിലും ഒന്ന് പറയണേ. പോട്ടെ, ഫംഗ്ഷൻ അറിയില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു ഓപ്പറേറ്ററിന്റെ പേര് പറഞ്ഞേ. സെയിം ഓപ്പറേറ്റർ തന്നെ ഡിഫറെന്റ് ടൈപ്പിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്തു. അങ്ങനെ ഒരു ഓപ്പറേറ്ററിന്റെ പേര് പറഞ്ഞേ. യെസ്, വെരി ഗുഡ്. പ്ലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ്. കാര്യം എന്താ, ഈ പ്ലസ് ഓപ്പറേറ്റർ അറ്റ് എ ടൈം എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഇന്റിജറിന്റെ കേസിലാണെങ്കിൽ അവിടെ ഈ പ്ലസ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. സ്ട്രിങ്ങിന്റെ കേസിലാണെങ്കിൽ അവിടെ ഈ ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ലിസ്റ്റിന്റെ കേസിലാണെങ്കിലും ടപ്പിളിന്റെ കേസിലാണെങ്കിലും ഡിക്ഷണറിയുടെ കേസിലാണെങ്കിലും ഒക്കെ ഈ ഒരു പ്ലസ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നു. ഓക്കെ. പ്ലസ് ഓപ്പറേറ്ററിന്റെ എക്സാമ്പിൾ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തേ. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് കൊടുക്കുക, എന്നിട്ട് പ്ലസ് ഓപ്പറേറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ ആ പ്ലസ് ഓപ്പറേറ്റർ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ കൊടുത്ത് റിട്ടേൺ ചെയ്ത് നോക്കുക. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ചെയ്ത് കൊടുക്കുക. ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. അപ്പോൾ ഞാൻ പ്ലസ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പ്ലസ് ഓപ്പറേറ്ററിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോ ഇന്റിജർ പ്ലസ് ഓപ്പറേറ്റർ ആണെന്ന് വിചാരിക്കും. ഇന്റിജേഴ്സ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഞാനിപ്പോ ചെയ്യുക a=7, b=8 എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സ് കൊടുത്തു. എന്നിട്ട് ഞാൻ ആഡ് ചെയ്യുന്നു. പ്രിന്റ് a+b. എയും ബിയും തമ്മിൽ ഞാൻ ആഡ് ചെയ്യും. അപ്പൊ നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7+8 15 എന്ന് പറഞ്ഞ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ഓക്കെ. അവിടുത്തെ കേസിൽ എന്തായി? പ്ലസ് ഓപ്പറേറ്റർ വർക്ക് ചെയ്തു. പ്ലസ് ഓപ്പറേറ്റർ വർക്ക് ചെയ്തത് ഇന്റിജറിലാണ്. ഓക്കെ. ഈ ഇന്റിജറിലെ പോലെ തന്നെ നമുക്ക് പല കേസിലും വർക്ക് ചെയ്യിക്കാൻ പറ്റും. എക്സാമ്പിൾ കാണിച്ചു തരാം. ഇന്റിജറിൽ വർക്ക് ചെയ്യിച്ച പോലെ തന്നെ ഫ്ലോട്ടിലും സ്ട്രിങ്ങിലും വർക്ക് ചെയ്യിക്കുന്നു. ഇതിപ്പോ ഫ്ലോട്ട് ആണെന്ന് വിചാരിക്കുക. പ്രത്യേകിച്ച് ഞാൻ ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് എന്റെയും ബിന്റെയും വാല്യൂസ് മാത്രം മാറ്റി കൊടുത്താൽ മതി. കണ്ടോ? ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് കൊടുക്കുമ്പോൾ a+b ഇവിടെ റിട്ടേൺ ചെയ്ത് കിട്ടുന്ന നമുക്ക് എന്തായിരിക്കും? വേറൊരു ഔട്ട്പുട്ട് ആയിരിക്കും. ഇന്റിജർ അല്ല, a+b ഫ്ലോട്ട് ആയതുകൊണ്ട് തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ. കണ്ടോ? ഫ്ലോട്ടിംഗ് പോയിന്റ് കിട്ടി. ഇത് നമുക്ക് ഇന്റിജേഴ്സ് സ്ട്രിങ്സ് യൂസ് ചെയ്ത് ചെയ്താലോ? ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ട്രിങ് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. എക്കും ബിക്കും സ്ട്രിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് നോക്കാം. എക്ക് ഞാൻ പൈത്തോണിന് കൊടുക്കുന്നു.
കോഡ്സിൽ കൊടുക്കുക. ഓക്കെ. ബിക്ക് ഞാൻ ജാങ്കോ എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് ബി ചെയ്യുമ്പോൾ പൈത്തൺ ജാങ്കോ എന്ന് കിട്ടും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇന്റിജറിന്റെ കേസിലും ഫ്ലോട്ടിന്റെ കേസിലും സ്ട്രിങ്ങിന്റെ കേസിലും മാത്രമേ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ലിസ്റ്റിന്റെ കേസിലാണെങ്കിലും ടപ്പിളിന്റെ കേസിലാണെങ്കിലും ഈ സെയിം മെത്തേഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യാവോ? ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ ലിസ്റ്റ്, ടപ്പിള്, സെറ്റ് എല്ലാ എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോ ലിസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾ ചെയ്യുക. ഓക്കെ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക. സെയിം ഓപ്പറേറ്റർ തന്നെ ഡിഫറെന്റ് പ്ലാറ്റ്ഫോമിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ക്ലാസ് ആണ്. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇത് ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക.
എല്ലാരും കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ഓവർലോഡിങ്ങിന്റെ എക്സാമ്പിൾ നോക്കാം. എന്താണ് ഫംഗ്ഷൻ ഓവർലോഡിങ് പറഞ്ഞേ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്താണ് ഫംഗ്ഷൻ ഓവർലോഡിങ്. പറയാവോ ഫംഗ്ഷൻ ഓവർലോഡിങ് എന്താ? ഹസ്ന പറഞ്ഞേ. ഷഹന ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസിൽ സെയിം ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. യെസ്, അത് തന്നെ. അതായത് ഒരു ഫംഗ്ഷൻ തന്നെ ഡിഫറെന്റ് പ്ലാറ്റ്ഫോമിൽ ഒരേപോലെ വർക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ചെയ്യാം. ഇപ്പോൾ പ്ലസ് ഓപ്പറേറ്റർ അറ്റ് എ ടൈം എല്ലാ കേസിലും വർക്ക് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഫംഗ്ഷന്റെ എക്സാമ്പിൾ പറഞ്ഞേ. ലിസ്റ്റിന്റെ കേസിലാണെങ്കിലും സ്ട്രിങ്ങിന്റെ കേസിലാണെങ്കിലും ടപ്പിളിന്റെ കേസിലാണെങ്കിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ നമുക്ക്. ആ ഒരു ഫംഗ്ഷന്റെ പേര് പറഞ്ഞേ. പറയാവോ? എല്ലാ കേസിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ ഏതാണ്? ഓക്കെ, പ്രിന്റ്. ഓക്കെ, അതല്ലാതെ വേറെ ഏത് ഫംഗ്ഷൻ ആണ്? പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അല്ലാത്ത വേറെ ഏത് ഫംഗ്ഷൻ ആയിരിക്കും? ലെൻ ഫംഗ്ഷൻ അറിയാവോ? ലെൻ ഫംഗ്ഷൻ എല്ലാ കേസിലും വർക്ക് ചെയ്യില്ലേ? അതാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്ങിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാൻ പോണേ. ലെൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സ്ട്രിങ്ങിന്റെ കേസിലാണെങ്കിലും ലിസ്റ്റിന്റെ കേസിലാണെങ്കിലും എവിടുത്തെ കേസിലാണെങ്കിലും എന്ത് ചെയ്യും? ലെൻ ഫംഗ്ഷൻ വർക്ക് ആവും. എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്ത് അതിലേക്ക് ഒരു ടെക്സ്റ്റ് കൊടുക്കുക. ഹലോ വേൾഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പ്രിന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ജസ്റ്റ് പ്രിന്റ് എന്തിന്റെ ലെങ്ത് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ലെങ്ത് വേരിയബിൾ നെയിം കൊടുത്തൊന്ന് ചെയ്ത് നോക്കുക. ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്തതുപോലെ തന്നെ ഫംഗ്ഷൻ ഓവർലോഡിങ്ങും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് സ്ക്രീൻ കാണാവോ? ഓക്കെ ഓക്കെ. ഓക്കെ, എന്തായാലും നിങ്ങൾ ഫംഗ്ഷൻ ഓവർലോഡിങ്ങും കൂടി ചെയ്ത് നോക്കുക. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? വേരിയബിൾ നെയിം കൊടുക്കുക, ഒരു സ്ട്രിങ് കൊടുക്കുക, പ്രിന്റ് ലെൻ ഓഫ് ദാറ്റ് സ്ട്രിങ് നെയിം കൊടുക്കുക. അതുപോലെ ലിസ്റ്റിന്റെ കേസിലും ടപ്പിളിന്റെ കേസിലും ഡിക്ഷണറിയുടെ കേസിലും കൂടി ചെയ്യുക. ഓക്കെ.
കംപ്ലീറ്റ് ചെയ്തോ എല്ലാരും? ചെയ്തു മാം. ഓക്കെ. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഈ ഫംഗ്ഷൻ ഓവർലോഡിങ് എങ്ങനെയാണ് ക്ലാസ് യൂസ് ചെയ്ത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ക്ലാസ് കേരള എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇതിലേക്ക് ഞാനൊരു ഫംഗ്ഷൻ കൊടുക്കുവാണ്. ഡെഫ് ജസ്റ്റ് ഫംഗ്ഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനിറ്റ് മെത്തേഡ് ഒന്നും കൊടുക്കുന്നില്ല. സ്പീക്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇവിടെ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട് ഇന്ന്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻ ഓഫ് ആവുന്നത്. ഓക്കെ, ഞാൻ പറയാം, നിങ്ങൾ ചെയ്തു നോക്കൂ. ജസ്റ്റ് ഡെഫ് സ്പീക്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൊടുക്കുക. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്യണേ. സ്പീക്ക് എന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ബ്രാക്കറ്റിൽ എന്തായാലും സെൽഫ് പാസ് ചെയ്യുമല്ലോ, എന്നിട്ട് റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുക. ജസ്റ്റ് പ്രിന്റ് കൊടുക്കുക, എന്നിട്ട് മലയാളം എന്ന് പ്രിന്റ് ചെയ്യുക. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ക്ലാസിന്റെ പേര് കേരള. ദെൻ അതിന്റെ താഴെ ഡെഫ് സ്പീക്ക് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഫംഗ്ഷനിൽ പാസ് ചെയ്യുന്നത് ഒരു പ്രിന്റ് മാത്രമാണ്. പ്രിന്റ് മലയാളം എന്ന് കൊടുക്കുക. ഇതുപോലെ തന്നെ മറ്റൊരു ക്ലാസ്സും കൂടി ക്രിയേറ്റ് ചെയ്യണം. ആ ക്ലാസിന്റെ പേരാണ് തമിഴ്നാട്, അല്ലെങ്കിൽ തമിഴ് എന്ന് പറഞ്ഞ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, തമിഴ് എന്ന് പറഞ്ഞോ തമിഴ്നാട് എന്ന് പറഞ്ഞോ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. വീണ്ടും സെയിം മെത്തേഡ്, ഇത് തന്നെ കോപ്പി ചെയ്താലും മതി. ക്ലാസിന്റെ പേര് മാത്രം മാറ്റി കൊടുക്കുക. ഓക്കെ, കേരള എന്ന് മാറ്റി തമിഴ്നാടെന്നോ ചെന്നൈന്നോ അങ്ങനെ എന്തെങ്കിലും പേര് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ അവിടെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ്, സ്പീക്ക് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് ഉള്ളിൽ മാറ്റി പകരം തമിഴ് എന്ന് കൊടുക്കുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. കേരള എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തത് പോലെ തന്നെ അതിന്റെ തൊട്ട് താഴെ വേറെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. ക്ലാസിന്റെ പേരും പ്രിന്റും മാത്രം കൊടുത്താൽ മതി. ക്ലാസിന്റെ പേര് കേരള എന്ന് മാറ്റി പകരം തമിഴ്നാട് എന്ന് കൊടുക്കുക. അതുപോലെ പ്രിന്റ് ഫംഗ്ഷനിൽ എന്ത് ചെയ്യുക, മലയാളം എന്ന് മാറ്റി പകരം തമിഴ് എന്ന് കൊടുക്കുക. ഇവിടുത്തെ കേസിൽ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒരു സ്പീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ റിട്ടേൺ ചെയ്തിരിക്കുന്നത് ഒന്ന് മലയാളം എന്നും മറ്റൊന്ന് തമിഴ്നാട് എന്നുമാണ്. അതാണ് അവിടെ വന്ന വ്യത്യാസം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കിയോ? എന്നിട്ട് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കോൾ ചെയ്യുക. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. സെയിം ക്ലാസ്, രണ്ട് ഡിഫറെന്റ് ക്ലാസ് വന്നു. എന്നിട്ട് നമ്മൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് കോൾ ചെയ്യുന്ന രണ്ട് ഫംഗ്ഷനും സെയിം ആണ്. ഓക്കെ, ഈ രണ്ട് ഫംഗ്ഷനും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഡിഫറെന്റ് ആയിരിക്കും. കാര്യം സെയിം ഫംഗ്ഷൻ തന്നെ ഡിഫറെന്റ് ഔട്ട്പുട്ട്. അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് കോൾ ചെയ്യുക. ഞാനിപ്പോ ഇത് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ഇട്ടുതരാം, ചാറ്റിൽ തന്നെ ഇട്ടുതരാം, നോക്കുക. ഓക്കെ, നിങ്ങളുടെ ചാറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതാണ് പ്രോഗ്രാം. ജസ്റ്റ് അത് നോക്കി ഒന്ന് ടൈപ്പ് ചെയ്യുക. അതാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. രണ്ട് ക്ലാസ്, രണ്ടിലും സെയിം ഫംഗ്ഷൻ കൊടുക്കുക, ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്, അതായത് പ്രിന്റ് ഫംഗ്ഷൻ രണ്ടും ഡിഫറെന്റ് കൊടുക്കുക. ദെൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കോൾ ചെയ്യാം. ക്വസ്റ്റ്യൻ കിട്ടിയോ? ആൻസർ കിട്ടിയോ? എല്ലാവരും റെസ്പോണ്ട് ചെയ്യണേ. എനിക്ക് നെറ്റിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്, സോ എല്ലാവരും റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, കിട്ടാത്തവര് അത് നോക്കി ചെയ്യുക. എന്നിട്ട് ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കുക. ഇപ്പൊ ഫംഗ്ഷൻ വിളിക്കുമ്പോ കണ്ടോ, ഒബ്ജക്റ്റ് ഡോട്ട് സ്പീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനും രണ്ടാമത് വിളിക്കുന്ന ഫംഗ്ഷനും സെയിം ആണ്. അതായത് സെയിം ഫംഗ്ഷൻ തന്നെ ഇവിടെ ഡിഫറെന്റ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആയോ?
ചെയ്ത് കഴിഞ്ഞിട്ട് പറയുക. ഇത്രയും കംപ്ലീറ്റ് ചെയ്തവര് നിങ്ങൾ തന്നെ ഒരു ഫംഗ്ഷൻ ഓവർലോഡിങ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുക. ഇപ്പൊ ഞാനല്ലേ ഇപ്പോൾ ഫംഗ്ഷൻ ഒക്കെ പറഞ്ഞു തന്ന് ചെയ്യിപ്പിച്ചത്. ഇതല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഫംഗ്ഷൻ ഓവർലോഡിങ്ങിന്റെ എക്സാമ്പിൾ ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പറേറ്റർ ഓവർലോഡിങ് നിങ്ങൾ നാളത്തേക്ക് ചെയ്തുകൊണ്ട് വരിക. ഓക്കെ, ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്തു വെക്കുക. ഓപ്പറേറ്റർ ഓവർലോഡിങ് ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിങ്ങിലെ ക്ലാസ് യൂസ് ചെയ്ത് ചെയ്തോളൂ. നിങ്ങൾ ഓപ്പറേറ്റർ ഓവർലോഡിങ് ക്ലാസ് യൂസ് ചെയ്ത് ചെയ്യുക. അതാണ് നിങ്ങളുടെ ടാസ്ക്.
ദേവപ്രയാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ദേവപ്രയാഗ് സ്റ്റാർട്ട് ചെയ്തോളൂ സെമിനാർ. ഓക്കെ.